ഹരി ഓം. ദശകം 68, ശ്ലോകം 4. അപഗതത്രപാ കൃഷ്ണ കാപി കാമിനി തവ മുഖാംബുജാത് കൃഷ്ണ പൂഗചർവിതം പ്രതിഗൃഹയ്യ തത് കൃഷ്ണ വക്ത്രപങ്കജേ നിദധതി ഗദാ കൃഷ്ണ പൂർണ്ണകാമദാം. അപഗതത്രപ കാപി കാമിനി. അപഗതത്രപ കാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം. തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തത് വക്ത്രപങ്കജേ. പ്രതിഗൃഹ്യ തത് വക്ത്രപങ്കജേ നിദധതി ഗദാ പൂർണ്ണകാമദാം. നിദധതി ഗദാ പൂർണ്ണകാമദാം. അപഗതത്രപാ കൃഷ്ണ കാപി കാമിനി തവ മുഖാംബുജാത് കൃഷ്ണ പൂഗചർവിതം പ്രതിഗൃഹയ്യ തത് കൃഷ്ണ വക്ത്രപങ്കജേ നിദധതി ഗദാ കൃഷ്ണ പൂർണ്ണകാമദാം. ശ്ലോകം 4 അന്വയോ അർത്ഥവും. കാ അപി കാമിനി അപഗതത്രപ തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹയ്യ തത് വക്ത്രപങ്കജേ നിദധതി പൂർണ്ണകാമദാം ഗദാ. ഇനി വേറൊരു ഗോപി എന്താണ് ചെയ്തത്? കാപി കാമിനി, ഒരു കാമമോഹിതയായ ഗോപി, അപഗതത്രപ, ലജ്ജ കൂടാതെ, യാതൊരു നാണവും കൂടാതെ, ഒരു കാമമോഹിതയായ ഗോപി യാതൊരു നാണവും കൂടാതെ തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹയ്യ. തവ മുഖാംബുജാത്, നിന്തിരുവടിയുടെ ആ വദനാരവിന്ദത്തിൽ നിന്ന്, വായിൽ നിന്ന്, പൂഗചർവിതം, ചവച്ച താമ്പൂലം, പ്രതിഗൃഹയ്യ, തൻ്റെ കയ്യിൽ വാങ്ങി. ആ ഗോപിയുടെ കയ്യിൽ വാങ്ങി ഭഗവാന്റെ വായിൽ ചവച്ചുകൊണ്ടിരുന്ന ആ താമ്പൂലം ആ ഭഗവാന്റെ വായിൽ നിന്ന് തൻ്റെ കയ്യിലേക്ക് വാങ്ങിയിട്ട് തത് വക്ത്രപങ്കജേ നിദധതി, അത് തൻ്റെ വിടർന്ന താമരപ്പൂ പോലെയുള്ള വായിലാക്കി, അവളുടെ തന്നെ വായിലേക്കാക്കി. ഭഗവാന്റെ വായിൽ നിന്ന് എടുത്തിട്ട് വാങ്ങിച്ചിട്ട് അവളുടെ വായിലേക്കിട്ടു. പൂർണ്ണകാമദാം ഗദ, ജന്മസാഫല്യം നേടി. അവൾക്ക് ജന്മസാഫല്യം നേടി. ഒരു ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത ഗോപിക അങ്ങയുടെ മുഖാംബുജത്തിൽ നിന്നും ചവച്ച ആ താമ്പൂലം വാങ്ങിയിട്ട് തൻ്റെ താമരപ്പൂവത്ത വദനത്തിൽ ഇട്ട് ആസ്വദിച്ച് ജന്മസാഫല്യം നേടി എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപഗതത്രപാ കൃഷ്ണ കാപി കാമിനി തവ മുഖാംബുജാത് കൃഷ്ണ പൂഗചർവിതം പ്രതിഗൃഹയ്യ തത് കൃഷ്ണ വക്ത്രപങ്കജേ നിദധതി ഗദാ കൃഷ്ണ പൂർണ്ണകാമദാം.